അപ്രതീക്ഷിതമായി മറ്റൊരാളുമായി നമുക്ക് അതിര് കവിഞ്ഞൊരു ബന്ധമുണ്ടായി. ആ സമയത്ത് സുരക്ഷിതമായി ഇരിക്കാൻ കഴിഞ്ഞില്ല. സുരക്ഷിതമായി ഉപയോഗിക്കാൻ വേണ്ട കാര്യങ്ങളൊന്നും കയ്യിലില്ലായിരുന്നു. അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് ഉപയോഗിച്ചു, പക്ഷേ അത് ഫെയിലിയറായോ, പൊട്ടിപ്പോയോ എന്നൊക്കെ ഒരു സംശയമുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്തായിരിക്കും? ദൈവമേ, ഇതിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? മാരക രോഗങ്ങൾ വല്ലതും ഉണ്ടാകുമോ? ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? HIV ഉണ്ടാകുമോ? ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു നിമിഷം കഴിയുമ്പോൾ തൊട്ട് ടെൻഷനും വെപ്രാളവുമായിരിക്കും. സുരക്ഷിതമല്ലാത്ത ബന്ധത്തിൽ കൂടി ധാരാളം അസുഖങ്ങൾ ഉണ്ടാകാം. നമ്മുടെ കൈവിരലിൽ എണ്ണാവുന്നതിനേക്കാൾ കൂടുതൽ അസുഖങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും മാരകം HIV ആണെന്നറിയാം. അപ്പോൾ പണ്ട് കാലത്ത് HIV ഒന്ന് കേട്ടുകഴിഞ്ഞാൽ പോയി, ഇനിയിപ്പോൾ ജീവിതമില്ല എന്നുള്ള അവസ്ഥയാണ്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ബാക്കി കേൾക്കാൻ. HIV വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ഭേദമാകില്ല. പക്ഷേ അത് ജീവഹാനി ഉണ്ടാക്കാത്ത രീതിയിൽ എയ്ഡ്സ് എന്നുള്ള അവസ്ഥയിലേക്ക് പോകാതെ ഫലപ്രദമായി മരുന്നുകൾ കൊണ്ട് നിയന്ത്രിച്ച് മുന്നോട്ട് പോയി ദീർഘകാലം ആരോഗ്യപരമായി ജീവിക്കാനുള്ള മരുന്നുകൾ ഇപ്പോൾ ലഭ്യമാണെന്നുള്ളത് ആദ്യം മനസ്സിൽ വിചാരിക്കുക. സുരക്ഷിതമല്ലാത്ത ബന്ധം കൊണ്ട് HIV അല്ലാതെ ധാരാളം മറ്റ് അസുഖങ്ങൾ ഉണ്ടാകാം. പക്ഷേ അതൊക്കെ കറക്റ്റ് സമയത്ത് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവനോ അല്ലെങ്കിൽ ആരോഗ്യത്തിനോ പ്രശ്നം ഉണ്ടാക്കാതെ പോകും. പക്ഷേ വെയിറ്റ് ചെയ്ത് അത് അവഗണിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളായി പോകാവുന്ന വേറെ അസുഖങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ HIV വരാതിരിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് ഇങ്ങനൊരു സംഭവം നടന്നു. സുരക്ഷിതമല്ല, നമുക്ക് വലിയ ആശങ്കയുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും റിസ്ക് ഉള്ള ഒരാളായിരുന്നോ എന്ന് തോന്നുകയാണെങ്കിൽ തൊട്ടടുത്ത 72 മണിക്കൂറിനുള്ളിൽ, അത്രയും കാത്തിരിക്കേണ്ട കാര്യമില്ല, തൊട്ടടുത്ത് എപ്പോൾ സാധ്യമാകുന്നു അപ്പോൾ തന്നെ നിങ്ങൾ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെല്ലുക. ഗവൺമെൻറ്റിലാണെങ്കിൽ ജനറൽ ഹോസ്പിറ്റൽ, ജില്ലാ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, അല്ലെങ്കിൽ നല്ല ഫെസിലിറ്റിയുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവുക. അവിടെ പോയി നിങ്ങൾക്ക് ഫിസിഷ്യനെ കാണാം, അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലെ എമർജൻസി മെഡിക്കൽ ഓഫീസറെ കാണാം, ഇല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണാം. ഇവരെ ആരെങ്കിലും കണ്ടിട്ട് നടന്ന കാര്യങ്ങൾ പറയുക. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂൾ പ്രകാരം HIV വരാതിരിക്കാനുള്ള PEP, അതായത് PEP, പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ്, അതായത് ഈ സംഭവം നടന്നു കഴിഞ്ഞ ശേഷം ഇത് വരാതിരിക്കാനുള്ള വൈറസിനെതിരായിട്ടുള്ള മരുന്നുകളുടെ ഒരു കൂട്ടമാണ്. അത് ഡോക്ടർ എഴുതിത്തരും. 28 ദിവസത്തോളം കഴിക്കേണ്ടി വരും. അങ്ങനെ ഏറ്റവും വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ഒഴിവാകാനുള്ള സർവ്വ ഫെസിലിറ്റി ഇപ്പോഴുണ്ട്. ഓർക്കേണ്ട കാര്യം, ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ ഇത് കിട്ടില്ല. അതുമാത്രമല്ല, നല്ല ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമേ അത് കിട്ടുകയുള്ളൂ. എല്ലായിടത്തും ജനകീയമായിട്ടില്ല എന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ നല്ലൊരു സ്ഥലത്ത് ചെല്ലുക, നല്ല വലിയ ഹോസ്പിറ്റലിൽ ചെല്ലുക. അത് ഗവൺമെൻറ് ആണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒട്ടും പേടിക്കേണ്ട, എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക.